മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് കൂടി വരുവാൻ ഈ പ്രിയ ഭവനത്തിൽ ദൈവം ഒരുക്കി നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 22 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം, അതിന്റെ 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. 34 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് വിശുദ്ധമായിരിക്കണമെന്ന് കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിനെ അർപ്പിപ്പാൻ ഒരു പ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിന്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പാനും അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. യെരൂശലേമിൽ ശീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. കർത്താവിന്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിനാൽ അവന് അരുളപ്പാടുണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്ന് യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണത്തിന്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയെ പെണ്ണാർ അവനെ അകത്തു കൊണ്ടുവന്നപ്പോൾ അവൻ അവനെ കൈകളിലേന്തി ദൈവത്തെ പുകഴ്ത്തി, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോടെ അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മാർക്കു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഇന്ന് ഏറിയ പ്രയർ ഗ്രൂപ്പായിട്ട് ഞങ്ങൾക്ക് കണിയാം ഭാഗം പ്രാർത്ഥനയിൽ വന്നു ചേരുവാൻ അവിടുന്ന് ഇടയാക്കിയത് കൊണ്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, അവിടുത്തെ വചനത്തിന് മുൻപിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങൾ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തെ അത് രൂപാന്തരപ്പെടുത്തണമേ. അങ്ങേക്ക് കൊള്ളാവുന്ന മാനപാത്രങ്ങളാക്കി തീർക്കണമേ. ഈ ഭവനത്തെ, ഇതിൽ പാർക്കുന്ന മക്കളെയും ഇവിടെ വന്നുചേർന്ന എല്ലാവരെയും അവിടുന്ന് ഒരുപോലെ അനുഗ്രഹിക്കണേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ഇന്ന് സഭയായി മിഷൻ സൺഡേ ആയി കൊണ്ടാടുന്നു എങ്കിലും അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസം കൂടെയാണ് ഇന്ന്. ഇന്നത്തെ ദിവസത്തിന്റെ പേര് നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മായൽത്തോ എന്നാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. എന്താണ് മായൽത്തോ? കർത്താവിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചതിന്റെ വലിയ ഓർമ്മയെ കൊണ്ടാടുന്ന ദിവസമാണ് മായൽത്തോ എന്ന ദിവസത്തിന്റെ പ്രത്യേകത. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം തന്റെ ആദ്യജാതന്മാരെയെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ തനിക്കായി സമർപ്പിക്കണമെന്ന ദൈവീക കൽപ്പനയുണ്ടായിരുന്നു. അത് നമുക്ക് പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെ ദൈവം സംഹരിച്ച ഇസ്രായേൽ മക്കളെ വിടുവിച്ചതിന്റെ വലിയ ഒരു ഓർമ്മ കൂടെയാണ് ഈ ആദ്യജാത സമർപ്പണത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ അവർ ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? 8-ാമത്തെ നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കും. അതിനുശേഷം 33 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നതാണ്. നമ്മളത് ലേവ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കും. രക്തസ്രാവം മൂലമുണ്ടായ അശുദ്ധി നീക്കാനായിട്ട് പ്രസവാനന്തരം പാപപരിഹാര ബലിയും
ദഹനബലിയും അർപ്പിക്കണമെന്ന നിബന്ധന ലേവ്യ പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു അടയാളമാണ്. ഈ ഒരു വലിയ കൽപ്പനയുടെ നിവർത്തീകരണത്തിന് വേണ്ടിയാണ് യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ വലിയ ഓർമ്മയാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോ യേശുവിന്റെ പരിച്ഛേദനയും ദേവാലയത്തിലെ സമർപ്പണവും ശീമോന്റെ ദൈവസ്തുതിയുമാണ് ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വേദഭാഗത്തിലൂടെ വളരെ ലളിതമായ ചില ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഒന്നാമത്, ദൈവിക ദർശനവും അതിലൂടെയുള്ള സമാധാനം. ദൈവിക ദർശനവും അതിലൂടെയുള്ള സമാധാനവും. ആർക്കാണ് ഈ സമാധാനം ലഭിച്ചത്? ശീമോൻ എന്ന് പറയുന്നയാളിനെ. ഈ ശീമോൻ എന്ന് പറയുന്ന ആള് വേദപുസ്തകത്തിൽ നാം ഈ വായിച്ച വേദഭാഗത്ത് 5 പ്രത്യേകതകൾ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ മനുഷ്യനെ കുറിച്ച് 5 പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആരാണ് ഈ ശീമോൻ? ഒന്ന്, ഈ മനുഷ്യൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. ആരാണ്? നീതിമാനായ ഒരു മനുഷ്യനാണ്. ശീമോനെ കുറിച്ച് പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സ്വഭാവ വിശേഷതയാ. ജീവിതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ ഒരു പ്രത്യേകത കൂടെയാണത്. നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. ആ മനുഷ്യനാണ് ഇതെല്ലാം ലഭിക്കുന്നത്. ഈ സ്വഭാവ വിശേഷതകളുള്ള ഈ മനുഷ്യനാണ് ഈ ദൈവിക രക്ഷ അനുഭവവേദ്യമാകുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഒന്നാമത് ഈ മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അയാൾ നീതിമാനായ മനുഷ്യനാണ്. 2, ഈ മനുഷ്യൻ ദൈവഭക്തനായ മനുഷ്യനാണ്. ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ കൃപ പ്രാപിച്ച അനുഗ്രഹീതനായ ഒരു വ്യക്തിയായിരുന്നു ഈ ശീമോൻ. 1, ഈ മനുഷ്യൻ നീതിമാനായിരുന്നു. 2, ഈ മനുഷ്യൻ ദൈവഭക്തനായിരുന്നു. 3, രക്ഷകന്റെ വരവ് പ്രതീക്ഷിച്ച ഒരു വ്യക്തിയായിരുന്നു. രക്ഷകന്റെ വരവ് പ്രതീക്ഷിച്ച വ്യക്തി. രക്ഷകന് വേണ്ടി കാത്തിരിക്കുക എന്നത് അവരുടെ ഒരു പ്രത്യേകതയായിരുന്നല്ലോ. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു വലിയ അനുഭവത്തിന് വേണ്ടി കാത്തിരുന്ന ദൈവത്തിന്റെ വലിയ അനുഗ്രഹം പ്രാപിച്ച ഒരു മനുഷ്യൻ. 3, രക്ഷകന്റെ വരവിനായി നോക്കിപ്പാർത്ത ഒരു മനുഷ്യനായിരുന്നു. 4, ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലാണ് ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ വഴിയാത്രകളിലും നമ്മളോട് കൂടെ ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ് നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ആയിരിക്കണം. 4 കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞു. 1, ആ മനുഷ്യൻ നീതിമാനായിരുന്നു. 2, ആ മനുഷ്യൻ ദൈവഭക്തനായിരുന്നു. 3, ആ മനുഷ്യൻ രക്ഷകന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന മനുഷ്യനായിരുന്നു. 4, ആ മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരാളായിരുന്നു. 5-മതായിട്ട് വാഗ്ദത്തം ലഭിച്ച വ്യക്തിയാണ്. എന്താണ് ഈ മനുഷ്യന് ലഭിക്കുന്ന വാഗ്ദത്തം? എന്താ ഈ മനുഷ്യന് ലഭിക്കുന്ന വാഗ്ദത്തം? രക്ഷകനെ കാണും മുൻപേ എന്ത് കാണത്തില്ല? മരണം കാണുകയില്ല. വാഗ്ദത്തം ലഭിച്ച മനുഷ്യനാണ്. അങ്ങനെ ഉള്ള ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന ഒരു സുന്ദരമായ ദർശനമാണ് യേശുവിനെ കാണുന്നത് എന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ എന്താ കാണുന്നത്? എന്റെ രക്ഷകനെ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന
അനുഭവമാണ് ഈ മനുഷ്യന് ലഭിക്കുന്നത് എന്നത് നമ്മൾ ഓർക്കുക. രക്ഷകനെ കാണുകയാണ്. ഈ രക്ഷകനെ കണ്ടപ്പോൾ ആ മനുഷ്യൻ എന്താ ലഭിച്ചതെന്നറിയാമോ? സംതൃപ്തിയാണ്. കർത്താവിനെ പ്രാപിച്ചു കഴിയുമ്പോൾ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ലഭിക്കേണ്ട ഒരു കാര്യമാണ് സമാധാനവും സംതൃപ്തിയും. ഇവിടെ ശിമോൻ പറയുകയാണ്, നാഥ, സമാധാനത്തോടെ എന്നെ വിട്ടയക്കണമേ. എവിടെ നിന്നാ? ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെടാൻ പോലും എന്റെ ജീവിതം ഞാൻ ഒരുങ്ങിയിരിക്കുക. എന്റെ രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ഈ അനുഭവങ്ങളിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുക. ഈ ലോക ജീവിതത്തിൽ എത്ര സമ്പാദിച്ചാലും എന്തെല്ലാം നേടിയാലും നമുക്കൊരു സംതൃപ്തിയില്ല. ഈ ലോകത്തിന്റെ സമ്പത്ത് വിട്ടുകളയണമെന്ന ഒരാഗ്രഹം പലപ്പോഴും നമുക്കില്ല. അതുകൊണ്ടാണ് പ്രായമായി കഴിഞ്ഞാൽ പോലും പല ആളുകൾക്കും തങ്ങളുടെ സ്വത്ത് മക്കൾക്ക് കൊടുക്കാനായിട്ട് മടിയ. അവരിനി എന്തെങ്കിലും ചെയ്തേലോ എന്ന ആദ്യം അവരുടെ മനസ്സിലുണ്ടായിരിക്കാം. കാരണം അവരുടെ ആദ്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇന്നും നമ്മൾ കണ്ടു, ചെങ്ങന്നൂരാണെന്ന് തോന്നുന്നു, ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ സ്വത്തിന്റെ തർക്കത്തിന്റെ പേരിൽ പെട്രോൾ വാങ്ങിച്ച് വീടിന് ചുറ്റുമൊഴിച്ച് മാതാപിതാക്കൾ കിടക്കുന്നിടത്തൊഴിച്ച് കത്തിച്ച മക്കളുള്ള നാടാ നമ്മുടേത്. ചെന്നിത്തല. ചെന്നിത്തല. അപ്പോ ചെന്നിത്തലയിൽ സംഭവിച്ചത് നമ്മുടെ ഇവിടെ നിന്ന് ഒരു വെളിപ്പാട് അകലെ മാത്രമുള്ള സ്ഥലമാണ്. എന്നാലും ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഈ സമ്പത്ത് വിട്ടുകളയാനായിട്ട്, ഈ സമ്പത്തിന് അപ്പുറത്ത് ദൈവസന്നിധിയിൽ ചേരാനുള്ള ഒരാഗ്രഹം, ഈ ഹൈന്ദവ രീതിയില് അവരുടെ ജീവിതത്തെ 4ആയിട്ട് അവരെ വിഭജിക്കുമല്ലോ. ഈ ഏറ്റവും അവസാനത്തെ അവരുടെ ഒരു ഇത് വാനപ്രസ്ഥം എന്നോ മറ്റോ ആണ് പറയുന്നല്ലോ. വാനപ്രസ്ഥം. എന്താ ഈ വാനപ്രസ്ഥം? ജീവിതത്തിന്റെ ഒരു അവസ്ഥ കഴിയുമ്പോ അവരിതെല്ലാം ഉപേക്ഷിച്ച് പോവുകയാ. അത് ഒരു വലിയ ആധ്യാത്മികതയുടെ ഒരു അടയാളം കൂടെ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എല്ലാം ഉപേക്ഷിച്ച് പോവുകയാണ്. ഈ ദിഗംബരന്മാരെന്ന് പറയുന്ന സന്യാസിമാരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവരെ കുറിച്ച് അവർ പറയുന്ന ഒരു ഇന്റർപ്രിട്ടേഷൻ, ഈ വസ്ത്രം എന്നൊക്കെ പറയുന്നത് എല്ലാം ഉപേക്ഷിക്കുക, ദിക്ക് മാത്രമാണ് ഇനിയും എനിക്ക് വസ്ത്രമായിട്ടുള്ളത്. അപ്പൊ എല്ലാം ഉപേക്ഷിക്കാൻ, എല്ലാം സമർപ്പിക്കാനായിട്ട് കഴിയുന്ന ഒരു ജീവിതാനുഭവം ഇവിടെ ശിമയോൻ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹം അനുഭവിച്ചത്, അദ്ദേഹം തിരഞ്ഞെടുത്തത്, കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനി ഒന്നും എനിക്ക് നേടാനില്ല, ഇനി എനിക്ക് ഒന്നും വേണ്ട, നാഥ എന്നെ സമാധാനത്തോടെ എന്നെ അയക്കണമേ. ഇന്ന് എത്ര പള്ളിയിൽ വന്നാലും എന്തെല്ലാം നന്മകൾ അനുഭവിച്ചാലും ഇതിനകത്തൊന്നും ഒരു സംതൃപ്തി അടയാൻ കഴിയാത്ത ഒരു മനസ്സാണ് പലപ്പോഴും നമുക്ക് ഉള്ളത് എന്നത് ഓർക്കുക. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്, രക്ഷകനെ കണ്ടു കഴിയുമ്പോൾ, രക്ഷകനെ കണ്ടെത്തിയാൽ ജീവിതത്തിന് സംതൃപ്തിയോടുകൂടെ വീക്ഷിക്കാൻ കർത്താവേ എന്നെ അവിടുന്ന് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഈ മനുഷ്യൻ ഒരു നീണ്ട കാത്തിരിപ്പ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജീവിതാനുഭവമാണ്. നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളും നീ എന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാനായിട്ട് പറയുന്നു. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട്, കർത്താവിനെ കണ്ടുകൊണ്ട് ജീവിതത്തിന്റെ വലിയ പ്രതീക്ഷകൾ അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹൃദയമാകുന്ന ദേവാലയത്തിൽ കർത്താവിനെ നാം ഉൾക്കൊണ്ടു കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരു പുത്തൻ പ്രതീക്ഷയുടെയും പുത്തൻ അനുഭവത്തിന്റെയും മധ്യത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ സ്വഭാവ വിശേഷതയാണ്.
രണ്ടാമത് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, അതിന്റെ 33-34 വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവന് ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മാർക്ക് പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. ജീവിതത്തിൽ പലരുടെയും വീഴ്ചയുടെയും ഉയർപ്പിന്റെയും മധ്യത്തിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തകരുന്ന ജീവിതാനുഭവങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാം. ആ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കർത്താവിനെ പോലെ അവരോട് ചേർന്ന് നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ശിശുവിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ശിശുവിന്റെ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ ജനത്തിനു വേണ്ടിയുള്ള ഒരു ജനനമാണ് ഈ ശിശുവിൻ്റെത്. ഇമ്മാനുവേലായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ കുഞ്ഞിലൂടെ അനുഭവിച്ച് അറിയുക. നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. ഒരു ദീർഘമായ പ്രവചനത്തിന്റെ ദർശനമാണ് ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ടത്. ഒരു പ്രവചനത്തിന്റെ ദർശനം. ഈ ശിശുവിനെ കാണുമ്പോൾ ഈ ശിശുവിലൂടെ ലഭിക്കുന്നതായ രക്ഷയുടെ അനുഭവത്തെ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പലരുടെയും വീഴ്ചയുടെയും താഴ്ചയുടെയും മധ്യത്തിൽ കർത്താവിനെ പോലെ ചേർന്ന് നടപ്പാനായിട്ടുള്ള വലിയ ചിന്തയും വലിയ അനുഭവവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകട്ടെ എന്നതാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത്. ഇത് ഒരു വിപ്ലവകരമായ അനുഭവമായി മറ്റൊരു തരത്തിൽ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കും. പലരുടെയും വീഴ്ചയ്ക്ക് ഉയർത്തെഴുന്നേൽപ്പിന് മുഖാന്തരമായി തീരുമെന്ന് പറയുമ്പോൾ അതനെ ഒരു വലിയ വിപ്ലവകരമായ ഒരു ചിന്തയായും നമുക്ക് ഈ വേദഭാഗത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷയുടെ അടയാളമാണ് ഈ ശിശു. യഥാർത്ഥ ഇസ്രായേലിന്റെ മഹിമയാണ് ഈ ശിശു എന്ന് പറയുന്നത്. ഈ ശിശുവിലൂടെ വെളിവാക്കപ്പെടുന്ന രക്ഷയുടെ ഭാഗമായി തീരാനായിട്ടുള്ള വിളിയാണ് ഈ മനുഷ്യൻ ഇവിടെ നമുക്ക് പകർന്ന് നൽകുന്നത്. അത് നമ്മൾ ഇതിനെ തുടർന്നുള്ള വേദഭാഗത്തിലെ 38-ാമത്തെ വാക്യത്തിലൊക്കെ ഒരു ആദ്യ സുവിശേഷകൻ എന്ന നിലയിൽ നമുക്ക് ഈ വ്യക്തികളെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഒരു രക്ഷയുടെ സുവിശേഷം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അലംഭാവം വെടിയുന്ന ജീവിത വീക്ഷണമാണ് ഈ ശിമയോന്റെ ജീവിതത്തിലുള്ളത്. ഈ ശിശുവിന്റെ മുൻപിൽ വണങ്ങുവാൻ, ഈ ശിശുവിനെ രക്ഷകനായി അംഗീകരിക്കുവാൻ, തന്റെ നേതാവും വഴികാട്ടിയുമായി അനുഭവിച്ചറിയുവാൻ ശിമോൻ കാണിക്കുന്ന ഈ ഒരു വലിയ ചിന്തയും ഏറെ ദർശനാത്മകമാണ്. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. യേശുവിന്റെ ദേവാലയ സമർപ്പണമാണല്ലോ ഇന്ന് നമ്മുടെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന ചിന്ത നിങ്ങളുടെ മുൻപിലേക്ക് വെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത്. നമുക്കറിയാം,
ഈ ദിവസങ്ങളിലൊക്കെ വരുന്ന വാർത്തകളൊന്നും വലിയ ശുഭകരമായ വാർത്തകളല്ല. ഒരുപക്ഷെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കുന്ന അധ്യാപകനെ കൊന്നുകളയുമെന്ന് യാതൊരു സങ്കോചവും കൂടാതെ പറയുന്ന വിദ്യാർത്ഥികളുടെ നാടായി നമ്മുടെ നാട് മാറി. അധ്യാപകന്റെ കസേരയ്ക്ക് മുൻപിൽ ബോംബ് വെക്കുവാൻ മടിക്കാത്ത വിദ്യാർത്ഥി തലമുറയുടെ ഭാഗമായി അധ്യാപകന്റെ കൈവെട്ടുന്നതിന് മടിയില്ലാത്ത ഒരു തലമുറയായിട്ട് മാറി. ലഹരിയും മറ്റ് അക്രമങ്ങളും കുഞ്ഞുങ്ങളുടെ ഇടയിൽ വ്യാപിച്ചു വരുമ്പോ കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുന്നവരായി, ദൈവകൃപയോടുകൂടെ ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പണ്ടത്തേതിനേക്കാൾ കൂടുതലായി നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നമുക്ക് സമയമെടുക്കാം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയായി നമ്മുടെ തലമുറ തീരുവാൻ കർത്താവെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ.